ഈ പിച്ചക്കാരൻ 1 കോടി പോയിട്ട് 1000 രൂപ പോലും മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ 1 കോടി വായല നാക്ക് മാത്രം ഉണ്ടായിട്ട് ഇവിടെ ഒരു കാര്യമില്ല. അതിനുള്ള പണവും കയ്യിലുണ്ടാവണം. മനസ്സിലായോ? നിനക്കറിയാവുന്നതല്ലേ, ഈ ഓപ്ഷന് 3 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്: പണം, മര്യാദ, പിന്നെ ഇൻവിറ്റേഷനും. എനിക്ക് തോന്നുന്നത് ബേബി ഇവിടെ എന്തോ ജോലി അന്വേഷിച്ച് വന്നിരിക്കുകയാണെന്ന്. Am I right? I'm sure. എന്റെ ഹസ്ബൻഡ് ഉള്ളിലാ ഉള്ളത്. ഹസ്ബൻഡിന്റെ ഫ്രണ്ട് അഭിഷേകും അകത്തുണ്ട്. നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് അകത്തുണ്ടെന്നോ? എനിക്കിപ്പോ മനസ്സിലായി. ഏതെങ്കിലും കുറുക്കുവഴിയിലൂടെ ഒളിച്ച് അകത്തേക്ക് കയറി കാണും, ഞങ്ങളെ പോലെയുള്ളവരെന്ന് പിച്ചയെടുക്കാനായി. അങ്ങനെയാകുമ്പോ ഇവള് പറഞ്ഞ് കറക്റ്റാ അല്ലേ? ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് നമ്മള് ഒരു എൻട്രി ഒപ്പിച്ചു കൊടുത്താലോ? പക്ഷെ ഒറ്റ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാ ബേബിയുടെ കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കണം. നിനക്കെന്റെ തലയ്ക്ക് വട്ടായോ? ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യില്ല. ഇപ്പൊ തന്നെ എന്റെ ഹസ്ബൻഡ് വരും, എന്നെ ഉള്ളിലേക്ക് കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യും. നിന്റെ ആ വേലയും കൂലിയില്ലാത്ത ഭർത്താവ് ഉണ്ടല്ലോ, അയാള് വന്ന് ഈ ഓപ്ഷന്റെ അകത്തേക്ക് നിന്നെയും കൊണ്ടുപോകുന്നാണോ? സീരിയസ്ലി? ഹായ് ഡാർലിംഗ്. രാഘവ്, ഐ ആം സോറി, ഞാൻ തന്നെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യണമായിരുന്നു. ബി ഗോയിങ് നൗ, കം. സോറി സർ, നിങ്ങളുടെ ഗസ്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ എം സോ സോറി മാം. ആക്ച്വലി VIP എൻട്രി എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും. എക്സ്ക്യൂസ് മീ. You look so beautiful. താങ്ക് യു. ഹലോ എവരിബഡി, എന്റെ പേര് കായൽ. ബിഫോർ ഓപ്ഷൻ സ്റ്റാർട്ട്സ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന 2 പേരുടെ കയ്യില് ഈ പാർട്ടിയുടെ ഇൻവിറ്റേഷൻ കാർഡില്ല. അവര് നമ്മുടെ സ്റ്റേറ്റസിന് ചേർന്നവരുമല്ല. മിസ് കായൽ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ പറഞ്ഞത് സത്യമാണോ? അതെ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഈ ഇരിക്കുന്നവളില്ലേ ആർത്തി, ഒരു റെസ്റ്റോറന്റില് സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അവളുടെ ഹസ്ബൻഡ് നടു റോട്ടില് പിച്ചെടുക്കുന്നവനാണ്. ഇവള് പറഞ്ഞ സത്യമായ കാര്യങ്ങളാ. ഇവരെന്തായാലും വന്നുപോയില്ലേ, കണ്ടിട്ട് പോട്ടെ. എന്തായാലും ഓപ്ഷനിൽ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല, കാരണം അതിനുള്ള പണം അവരുടെ കയ്യിലില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബെറ്റ് വെക്കാം. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആരാ വാങ്ങിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ തോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കാലേ വീണ് ഞാൻ മാപ്പ് പറയാം. ഇപ്പൊ പറ, സമ്മതമാണ്? നീ പറയുന്ന കേട്ടതൊന്നും ഇവിടെയുള്ള ഒരു സാധനങ്ങളും എനിക്ക് വാങ്ങിക്കാൻ കഴിയില്ലെന്ന്. ഓക്കെ, ഞാൻ നിന്റെ ബെറ്റ് സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ ബെറ്റ് സ്വീകരിച്ചുകൊണ്ട് ഇവൻ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒരു കാര്യം ഇവന് അറിയില്ല, ഇവൻ തോറ്റുപോയാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കാലയിൽ വീണ് മാപ്പ് പറയണം എന്നുള്ള കാര്യം. അതും വളരെ ദയനീയമായിട്ട്. ജസ്റ്റ് ലൈക്ക് മൈ പപ്പി ഡോഗ്. ഈ ഡോഗ് നമ്മുടെ കാലിലൊക്കെ നക്കില്ലേ, അതുപോലെ. ലൈക്ക് ഐ സെഡ്, നിന്റെ കണ്ടീഷൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാനെങ്ങാനും ജയിച്ചു പോയാ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കാലിൽ വീണ് എന്റെ ചെരുപ്പ് നക്കി മാപ്പ് പറയല്ലോ അല്ലേ? ജസ്റ്റ് ലൈക്ക് യുവർ ഡോഗ്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. All right. Let's do it. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഓപ്ഷൻ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഈ രാജകീയ നെക്ലസ്. ഒരുപാട് കാലത്തിന് മുന്നേ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു മഹാറാണിയുടെ കയ്യിലായിരുന്നു ഇത്. ഇതിലെ ഡയമണ്ട്സ് വളരെ പ്രഷ്യസ് ആയതാണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷമോ? എന്ത് പറ്റി ആർത്തി? എമൗണ്ട് കേട്ടപ്പോ തന്നെ പേടിച്ചു പോയോ? ഇനിയും സമയമുണ്ട് ഇവിടെ എണീറ്റ് പോകാനായിട്ട്. 52 ലക്ഷം, 55 ലക്ഷം. ലൈക്ക് സീരിയസ്ലി? ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന് 50 ലക്ഷത്തില് എത്ര പൂജ ഉണ്ടെന്ന് പോലും അറിയില്ല. ഐ മീൻ ജസ്റ്റ് ഇമാജിൻ, ഇവൻ ഇവിടെ പണം കൊടുത്തില്ല എങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ സംഭവിച്ച രാഘവ്, നിങ്ങൾ എന്തി കാണിക്കുന്നേ? ഇത് വലിയ പ്രശ്നമാവട്ടോ. വാ, നമുക്ക് ഇവിടുന്ന് പോയേക്കാം വേഗം. 60 ലക്ഷം. 60 ലക്ഷം ഒരു തരം. 65 ലക്ഷം.
70 ലക്ഷം. 75 lakhs. ഇനി കേട്ട് ശരിയാവില്ല, വിടാം. മിസ്റ്റർ രാഘവാണ് 75 ലക്ഷത്തിന് ബിഡ് ചെയ്തിരിക്കുന്നത്. ഇതിനു മേലെ ആരെങ്കിലും ബിഡ് ചെയ്യുന്നുണ്ടോ? 75 ലക്ഷം ഒരു തരം, 75 ലക്ഷം രണ്ട് തരം. കുമാർ, ഇനിയും ഹൈ എമൗണ്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ തോറ്റു പോവും. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? 75 ലക്ഷം. 80 lakhs. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നീ തീർന്നടാ മോനെ. 1 crore. രാഘവ്, ബേബി, ഇവനെന്താ പ്രാന്തായെന്ന് തോന്നുന്നേ. ഈ പിച്ചക്കാരൻ എപ്പോഴെങ്കിലും 1 കോടി നേരിട്ട് കണ്ടിട്ടുണ്ടാവോ? ഇവൻ 1 കോടി തന്നെയല്ലേ പറഞ്ഞേ, അല്ലേ? ആർത്തി, നിന്റെ വിവരമില്ലാത്ത ഭർത്താവിന് പറഞ്ഞു കൊടുക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോ അവൻ ജയിലിൽ പോകേണ്ടി വരും. 1 കോടിയൊന്നും ഇവൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു മിനിറ്റ്, ഇവിടെ എന്തോ തെറ്റു പറ്റി പോയിട്ടുണ്ട്. രാഘവ്, നമുക്ക് പോവാം. 1 കോടി ഒരു തരം, 1 കോടി രണ്ട് തരം, 1 കോടി 3 തരം. ദിസ് നെക്ലസ് ബിലോങ്സ് ടു മിസ്റ്റർ രാഘവ്. വാവ്, എക്സലന്റ്. ഇതൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഏതൊരു കോമഡി ഷോ കാണുന്ന പോലെയുണ്ട്. ഈ പിച്ചക്കാരൻ 1 കോടി പോയിട്ട് 1000 രൂപ പോലും മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ 1 കോടി. വായല നാക്ക് മാത്രം ഉണ്ടായിട്ട് ഇവിടെ ഒരു കാര്യമില്ല. അതിനുള്ള പണവും കയ്യിലുണ്ടാവണം, മനസ്സിലായോ? നീ 1 കോടി എന്ന് വിളിച്ചല്ലോ, എങ്ങനെ കൊടുക്കാനാ? പ്ലീസ്, ഇവിടെ എന്തോ തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഇത്രയും കാശ് ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളെ വെറുതെ വിടണം. രാഘവ്, പ്ലീസ്, നമുക്ക് ഇവിടുന്ന് പോവാം. രാഘവ്, പ്ലീസ്, നമുക്ക് പോവാം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ, നിന്റെ ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതല്ലേ. ചെല്ല്, ചെന്ന് വാങ്ങിക്കേ, ചെല്ല്. നോ വൺ കൻ ഹെൽപ്പ് യു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.